prices itne wow. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും ചർച്ചയായി ബാർ കോഴ ആരോപണം. മദ്യനയത്തിലെ ഇളവിന് പണം നൽകണമെന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് ആൻഡ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ഓരോ ബാർ ഉടമകളും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നും സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നുമാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കാനും മറ്റ് ഇളവുകൾക്കും കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും അനിമോൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എർണൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡൻറ്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണതെല്ലാം വെറുതെ ഫേക്കായിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ആരുടെ ഒരു 10 പൈസയും പോകണമെന്നല്ല, അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കപ്പെടുന്നതുമാണ്. പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കും. വിഷയമേറ്റെടുത്ത പ്രതിപക്ഷം എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടു. 25 കോടിയുടെ അഴിമതിയാണ് നടന്നതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെടാതെ പണപ്പിരിവ് നടത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശനും ആരോപിച്ചു. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം, പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. ഇത് നഗ്നമായ അഴിമതിയാണ്. ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇപ്പം നോട്ട് എണ്ണുന്ന യന്ത്രം എവിടെയാണ് വച്ചിരിക്കുന്നത്? എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ, മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ, അല്ലെ AKG സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി. കേരളത്തിൽ നടക്കുന്നത് ഡൽഹി മോഡൽ ബാർ കോഴയാണെന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. ശബ്ദരേഖയിലെ ആരോപണം ഗൗരവത്തോടെ കാണുന്നുവെന്ന് പ്രതികരിച്ച എക്സൈസ് മന്ത്രി MB രാജേഷ് രാജി ആവശ്യം തള്ളി. മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ച പോലും ആയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക. അതിന്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി
മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലെടുക്കും. കോഴയ്ക്കായി പിരിവെന്ന ആരോപണം ബാർ സംഘടനാ പ്രസിഡന്റ് വി സുനിൽകുമാറും തള്ളി. അനിമോന്റെ ശബ്ദ സന്ദേശം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അനിമോനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നതായും വി സുനിൽകുമാർ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയും ഒരിടത്തും വന്നില്ല. കാര്യം എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാറ് തുറന്നു തന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. അപ്പോൾ അടിയന്തരമായി ഇന്നലെ ഞങ്ങൾ എറണാകുളത്തൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇത് ചെയ്യണമെങ്കിൽ ഇനി 1.5 കോടി രൂപയോടെ, കാര്യം 5,60,00,000 അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കണം. അതിൻ്റെ എഴുതാനും മറ്റ് ചിലവുകൾക്കുമായിട്ട് ഏകദേശം 60,00,000 വേണം. അപ്പം ഇതിൻ്റെ ബാക്കി തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ 2.5 ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ലോണ് തരണം, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ലോണ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ലോണ് തരണം എന്ന് പറഞ്ഞപ്പം അതിനോട് ഈ പറഞ്ഞ അനിമോനോടൊക്കെയുള്ള ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. അപ്പോൾ ഇത് മാത്രമല്ല നടന്നത്. ഇതിനു മുമ്പ് തന്നെ ഇത് ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇടുക്കിയിൽ അനിമോനടക്കമുള്ള ചില ആളുകളും കൊല്ലത്തുള്ള ചില ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു 2 മാസത്തോളമായി. അപ്പോൾ ഞങ്ങളത് ഇന്നലത്തെ കമ്മിറ്റിയിൽ അനിമോൻ ഇരിക്കെ തന്നെ വളരെ ശക്തിയായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അനിമോൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രവൃത്തി നടത്തുന്നത് ശരിയല്ല. ബിൽഡിംഗ് ഫണ്ട് ഏറ്റവും കളക്ഷൻ കുറച്ച് കിട്ടിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇത്തരത്തിൽ ചർച്ച ചെയ്തു. ഇപ്പോൾ സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അനിമോൻ അവിടെ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോയി. അതേസമയം സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് മന്ത്രി എം പി രാജേഷ് കത്തു നൽകി. ബാർ ഉടമകളുടെ പണപ്പിരിവിനെക്കുറിച്ചും ശബ്ദ സന്ദേശത്തെക്കുറിച്ചും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, നേരത്തെ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചുകുലുക്കിയതാണ് ബാർ കോഴ ആരോപണം. ഇപ്പോൾ ഈ ഒരു ബാർ അസോസിയേഷന്റെ ഭാരവാഹിയുടെ ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമാണ് ഇത് ഈ പുതിയ മദ്യനയം വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ പ്രചരിച്ചതാണ്. അതിന് പിന്നാലെ ഇത്തരമൊരു ശബ്ദ സന്ദേശം ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് മന്ത്രിക്കും സർക്കാരിനുമൊക്കെ കൈ കഴുകാം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കൈ കഴുകാം. പക്ഷേ UDF ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഈ സംസ്ഥാന പോലീസ് മേധാവിയോടൊക്കെ ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയാൽ പോലും ഈ സംഭവത്തിൽ നിന്ന് സർക്കാരിനും എക്സൈസ് മന്ത്രിക്കും പൂർണ്ണമായും കൈ കഴുകാൻ കഴിയുമോ അരുൺ? ഒക്ടോബർ 31 ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പാണ് സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ, അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളക്കങ്ങൾ ഉണ്ടാക്കിയ ബാർക്കോഴ ആരോപണം വരുന്നത്. അന്ന് മദ്യ മുതലാളി ബാർ വ്യവസായി ബിജു രമേശാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ ചാനലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചത്. ബാറുകൾ അനുവദിക്കാനായി സർക്കാരിലെ പ്രമുഖർക്ക് കോഴ നൽകി, കെ എം മാണിക്കും അതുപോലെ കെ ബാബു അടക്കമുള്ള പ്രമുഖർക്കും കോഴ നൽകിയെന്ന ആരോപണം ഉന്നയിച്ചത്. പിന്നീട് കേരള രാഷ്ട്രീയത്തിലെ മുന്നണി ബന്ധങ്ങൾ തന്നെ വലിയ പൊളിച്ചെഴുത്തലുകൾക്ക് ഇടയാക്കിയ ആരോപണമായി അത് വളരുകയായിരുന്നു. UDF സർക്കാരിൻ്റെ പതനത്തിനിടയാക്കിയ ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി അത് മാറുകയായിരുന്നു. വർഷങ്ങൾ നീണ്ട അന്വേഷണം കെ എം മാണിയെ കുറ്റാരോപിതനാക്കി വരികയും പിന്നീട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്ത അങ്ങനെ നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയ ആരോപണമാണ് അന്ന് ബിജു രമേശ് ഉന്നയിച്ചത്. ഇപ്പോഴും ഒരു ബാർ ഉടമ തന്നെ അത്തരമൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്നലെ ബാർ ഉടമകളുടെ സംഘടനകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കൊച്ചിയിലാണ് ചേർന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ബാർ ഉടമകൾ പണം നൽകണം, 2.5 ലക്ഷം രൂപ വീതം ബാർ ഉടമകൾ നൽകണം, അത്
സർക്കാരിൻ്റെ പുതിയ മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകാനാണ്. ഡ്രൈ ഡേ ഒഴിവാക്കണം, ബാറുകളിൽ അടിക്കടിക്കുള്ള പരിശോധന ഒഴിവാക്കണം, ഇത്തരം കാര്യങ്ങൾക്ക് പണം നൽകണം. പലരും നൽകിക്കഴിഞ്ഞു, വളരെ കുറച്ച് ആളുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ, ബാക്കിയുള്ള ആൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദരേഖ വരുന്നു. അത് ബാർക്കോഴ 2ാം എപ്പിസോഡായി മാറുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആരോപണം വന്ന മണിക്കൂറുകൾക്കകം പ്രതിപക്ഷം അത് ഏറ്റെടുത്തു. എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യവുമായി KPCC അധ്യക്ഷൻ രംഗത്തെത്തി. 25 കോടിയുടെ അഴിമതി എന്നാണ് അദ്ദേഹം പറയുന്നത്. 20 കോടിയുടെ അഴിമതി ആരോപണം എന്ന് പറഞ്ഞ പ്രതിപക്ഷ VD സതീശനും മന്ത്രിയുടെ രാജി തന്നെയാണ് ആവശ്യപ്പെട്ടത്. വലിയൊരു രാഷ്ട്രീയവാദമായി ഇതിനകം ഇത് മാറിക്കഴിഞ്ഞു. അപകടം തിരിച്ചറിഞ്ഞ സർക്കാർ ഉടനടി അന്വേഷണത്തിലുള്ള നീക്കമാണ് നടത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി MP രാജേഷ് മാധ്യമങ്ങളെ കണ്ട് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, സർക്കാർ ചർച്ച ചെയ്യാത്ത, സർക്കാർ ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു ആരോപണം വരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം. ആരെങ്കിലും സർക്കാരിൻ്റെ പേര് പറഞ്ഞ് പണം പിരിക്കുകയാണെങ്കിൽ അതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി MP രാജേഷ് മണിക്കൂറുകൾക്കകം സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തു. വൈകാതെ ഒരു അന്വേഷണ പ്രഖ്യാപനം ഉണ്ടാകും. നമുക്കറിയാം, UDF-ന് നേരത്തെ ബാർക്കോഴ ആരോപണത്തിൽ കൈപൊള്ളിയ മുന്നണിയാണ്. അതിന് ഏറ്റവും അധികം ഭവിഷ്യത്തുകൾ അനുഭവിച്ചത് ഒന്ന് കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരമൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സാധ്യത അവർ തിരിച്ചറിയുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പ്രതികരണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും VM സുധീരനും പോലുള്ള നേതാക്കളും അതിശക്തമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം ജൂൺ 10-ന് ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സഭാതലത്തെ പോലും പ്രക്ഷുബ്ധമാക്കിയേക്കാവുന്ന, സഭയ്ക്കകത്തും പുറത്തും വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു വിവാദമായി ഇത് മാറുകയാണ്. അപകടം തിരിച്ചറിഞ്ഞ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധമോ പ്രക്ഷോഭമോ അവസാനിക്കുമെന്ന് കരുതാനാകില്ല. എന്താണ് ഇതിൽ സംഭവിച്ചത്? കാരണം ഈ ഒരു ആരോപണം വന്ന സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സർക്കാർ അടുത്ത മദ്യനയം സാധാരണഗതിയിൽ ഏപ്രിൽ 1 മുതൽ പുതിയ മദ്യനയം നിലവിൽ വരേണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമാണ്, പെരുമാറ്റത്തിന് നിലനിൽക്കുന്ന സമയം. അതുകൊണ്ടാണ് സർക്കാർ മദ്യനയം പ്രഖ്യാപിക്കാൻ വൈകിയത്. പക്ഷേ അതിൻ്റെ പ്രാരംഭ ചർച്ചകൾ മന്ത്രി MP രാജേഷ് പറഞ്ഞത് പൂർണ്ണമായും വസ്തുതാപരമല്ല. പ്രാരംഭ ചർച്ചകൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ബാർ ഉടമകളുമായും അടുത്ത മാസം 10-15 തീയതികൾ സർക്കാർ ചർച്ച തീരുമാനിച്ചതാണ്. അങ്ങനെ മദ്യനയ പ്രഖ്യാപനം, അതിൻ്റെ ആലോചനകളിലേക്ക് സർക്കാർ കടക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഇത്തരമൊരു ശബ്ദരേഖ പുറത്തു വന്നത്. ഇത്തരം ആരോപണം വന്നത് എന്നത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മദ്യനയത്തിൽ, പുതിയ അബ്കാരി നയത്തിൽ ഡ്രൈ ഡേ 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. അത് വേണമെന്ന ആവശ്യം സർക്കാർ വകുപ്പുകൾ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എവിടെയോ എന്തോ അരുതാത്ത് നടന്നു എന്നൊരു പ്രതീതി പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ആരോപണങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്, ഗൂഢാലോചനയുടെ ഫലമാണെന്ന നിഗമനമാണ് സർക്കാരിനുള്ളത്, ഭരണപക്ഷത്തിനുള്ളത്. പ്രതിപക്ഷത്തെ ലക്ഷ്യം വച്ചാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന എന്നത് വളരെ വ്യക്തമാണ്. വൈകുന്നേരം അല്പസമയത്തിനകം വൈകിട്ട് 3:30-ക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്വാഭാവികമായും ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. ഇതിനിടെ എതിരഭിപ്രായവുമായി, ചില വ്യത്യസ്ത അഭിപ്രായവുമായി CPI-യുടെ മുതിർന്ന നേതാവ് KK ശിവരാമൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. അദ്ദേഹം പിന്നീട് ആദ്യം പറഞ്ഞ അതേ കടുപ്പത്തോടുകൂടി ആരോപണം ഉന്നയിച്ചില്ലെങ്കിൽ പോലും അത്തരം സംശയങ്ങൾ CPI തന്നെ ഉന്നയിച്ച ഭരണമുന്നണിക്കുള്ളിൽ തന്നെ അത്തരം സംശയങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു. ഏതായാലും വരും ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി, രാഷ്ട്രീയ വിവാദമായി ഈ ബാർക്കോഴ ആരോപണത്തിൻ്റെ 2ാം എപ്പിസോഡ് ഉണ്ടാകുമെന്ന് തന്നെ കരുതണം. തീർച്ചയായും. പക്ഷേ അരുൺ, ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മന്ത്രി ഇത് അന്വേഷിക്കണം, ഇതിൽ ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ ഒരു ഏജൻസി സർക്കാരിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എക്സൈസ് വകുപ്പിനെതിരായിട്ടുള്ള ഒരു കേസ് അന്വേഷിച്ചാൽ, ഒരു ആരോപണം അന്വേഷിച്ചാൽ അതിൽ ഒരു സത്യസന്ധമായി ആ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്ന കാര്യം സംശയമാണ്. നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാളിനെതിരെ, ഡൽഹി സർക്കാരിനെതിരെ ഉയർന്നു വന്ന മദ്യനയ അഴിമതി കേസൊക്കെ പിന്നീട് കെജ്രിവാളിന് ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യം പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ കോൺഗ്രസും BJP-യും ഈ ആരോപണം ദേശീയ ഏജൻസികൾ അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഉയർത്തുന്നുണ്ട്. അത്തരമൊരു നീക്കം BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ഇതിനെ താരതമ്യപ്പെടുത്തിയത്
BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. അദ്ദേഹം അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. അതിനു മുമ്പ് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനും CBI അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണമാണ്, സംസ്ഥാന എക്സൈസ് വകുപ്പിനെതിരെയുള്ള ആരോപണമാണ്. ഈ ശബ്ദരേഖയിൽ ആർക്ക് പണം നൽകാനെന്ന് പറയുന്നില്ലെങ്കിലും സ്വാഭാവികമായും ഇതിൽ പണം നൽകേണ്ടത് ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഈ മദ്യനയം തീരുമാനിക്കുന്നത്, മദ്യം ഒരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. ഇടതുമുന്നണിയാണ് മദ്യനയത്തിന് നയപരമായ അനുമതി നൽകേണ്ടത്. ഇടതുമുന്നണിയുടെ സർക്കാരിൻ്റെ എക്സൈസ് വകുപ്പാണ് അത് നടപ്പാക്കേണ്ടത്. സ്വാഭാവികമായും രാഷ്ട്രീയമായും അതുപോലെ ഭരണതലത്തിലും ആണ് ഇതിൻ്റെ പണം എത്തേണ്ടത്. അങ്ങനെ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ പണം നൽകിയാൽ മാത്രമേ അനുകൂല നിലപാടുണ്ടാകുമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ പണം എത്തേണ്ടത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലാണ്, ഭരണതലത്തിലുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ തന്നെ അന്വേഷണം വേണം. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ ഒരു ഏജൻസി അന്വേഷിച്ചാൽ മതിയോ എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നത് അതുകൊണ്ടാണ്, പ്രതിപക്ഷവും BJP ഉയർത്തുന്നത് അതുകൊണ്ടാണ്. പക്ഷേ സർക്കാർ ആദ്യഘട്ടത്തിൽ ഇതൊരു പോലീസ് അന്വേഷണം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ടീമിൻ്റെ അല്ലെങ്കിൽ വിജിലൻസ് പോലുള്ള പ്രത്യേക ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കാനാണ് സാധ്യത. അതിനുശേഷം മാത്രമേ വിഷയം കൂടുതൽ ശക്തമാവുകയും വിവാദങ്ങൾക്ക് അറുതി വരാതിരിക്കുകയും ചെയ്താൽ മാത്രമേ CBI അന്വേഷണം പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സർക്കാർ തയ്യാറാകൂ. അവിടെയും CBIക്ക് നേരിട്ട് ഇവിടെ വന്ന് അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയില്ല. സർക്കാരിന് അനുമതി വേണം, അല്ലെങ്കിൽ ആരെങ്കിലും കോടതിയെ സമീപിക്കണം. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഇതിൽ CBI അടക്കമുള്ള ഏജൻസികൾക്ക് അന്വേഷണം ആരംഭിക്കാം. പക്ഷേ അതും ഉടനുണ്ടാകുമെന്ന് കരുതാൻ വയ്യ. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ, സംസ്ഥാന പോലീസിൻ്റെ ഏതെങ്കിലും വിഭാഗം തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷിക്കും. വൈകാതെ അതിൻ്റെ ഉത്തരവിറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം സർക്കാർ ഈ വിഷയത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രത്യാക്രമണത്തിലൂടെ മറുപടി നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മന്ത്രി MB രാജേഷിൻ്റെ വാർത്താ സമ്മേളനം തന്നെ അതിന് കൃത്യമായ ഉദാഹരണമായിരുന്നു. മന്ത്രി വെല്ലുവിളിക്കുകയായിരുന്നു, അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ സഭയിൽ കാണാം, പ്രതിപക്ഷത്തിൻ്റെ സംശയങ്ങൾക്ക് സഭയിൽ മറുപടി നൽകാം. ഇത്തരം ആരോപണം വരുന്നതിന് പ്രധാന കാരണം രാഷ്ട്രീയ ലക്ഷ്യമാണ്, രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള ആരോപണമാണ്, അതിൽ ഗൂഢാലോചനയുണ്ട്. അങ്ങനെ സർക്കാർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ കടന്നാക്രമിക്കുമ്പോൾ, അവർക്ക് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ കാരണം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കുന്നുമുണ്ട്. നിലവിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാക്കളുടെയും BJP നേതാക്കളുടെയും പ്രതികരണം വന്നു. സ്വാഭാവികമായും നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നു. ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കോൺഗ്രസും BJPയും നീങ്ങുമോ അരുൺ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതണം. കാരണം പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ആയുധമായി ഇത് മാറുകയാണ്. ഈ ബാർക്കോഴ ആരോപണത്തിൻ്റെ കയ്പുനീർ കുടിച്ചവരാണ് ഇന്നത്തെ പ്രതിപക്ഷം, അന്നത്തെ ഭരണപക്ഷം. അതുകൊണ്ട് അവർക്കുണ്ടായ കോട്ടങ്ങൾ ചെറുതല്ല. ഒരു മുന്നണി അപ്പാടെ തകരുന്ന സാഹചര്യമുണ്ടായി. മധ്യ കേരളത്തിൽ ഇടതുമുന്നണിക്ക് അപ്രാപ്യമായ പല മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടന്നുവരവോടുകൂടി അവർക്ക് രാഷ്ട്രീയ മേധാവിത്വം ലഭിച്ചു. അതുകൊണ്ട് തന്നെ UDFനെ ശിഥിലമാക്കിയ ഒരു ആരോപണം, UDFിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരോപണ നിഴലിലായ ഒരു വിവാദം, അന്ന് അതിൻ്റെ കയ്പുനീർ കുടിച്ചവർ ഇപ്പോൾ പ്രതിപക്ഷത്താണ്. അവർക്ക് അന്ന് ഉണ്ടായ ആരോപണങ്ങൾക്ക്, അന്നുണ്ടായ രാഷ്ട്രീയ തിരിച്ചടിക്ക് മറുപടി നൽകാനുള്ള ഏറ്റവും വലിയ അവസരമായി ഇതവർ ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ബാർക്കോഴ ആരോപണങ്ങൾ, ബാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ആളുകൾ വലിയ താല്പര്യത്തോടെ കാണുന്ന വിഷയമാണ്. പലപ്പോഴും ആളുകൾക്ക് സംശയമുണ്ടാക്കുന്ന വിഷയമാണ്. ബാർ ഉടമകളുടെ പണം കൊണ്ടാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. അത് ഈ അവരുടെ നികുതി ഇനത്തിൽ കിട്ടുന്ന പണം മാത്രമല്ല, അവരുടെ വലിയ സാമ്പത്തിക സഹായം രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. നമുക്കറിയാം, ഈ ബാർ പൂട്ടിയപ്പോൾ ഉണ്ടായ ഒരു വലിയ എതിർവികാരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് അന്നത്തെ UDF സർക്കാരിന് വലിയ തിരിച്ചടി നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അവസരം UDF ശക്തമായി തന്നെ ഉപയോഗിക്കുമെന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. BB അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏത് രീതിയിലായിരിക്കും ഈ ബാർ കോഴയുമായി ബന്ധപ്പെട്ട ആരോപണത്തെ CPM പ്രതിരോധിക്കുക എന്ന കാര്യം അറിയണം. എന്തായാലും പ്രതിപക്ഷവും BJPയും, കോൺഗ്രസും BJPയും ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ 1-ാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നു. വധശിക്ഷ ഒഴിവാക്കി പകരം 25 വർഷം പരോളില്ലാതെ തടവ് ശിക്ഷ അനുഭവിക്കണം. 2-ാം പ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ്. അനുശാന്തിയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിട്ടുമുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഞങ്ങളുടെ ന്യൂസ് 8ന്റെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഇപ്പോൾ വളരെ
കേരളം ഏറെ ഞെട്ടലോടെ കേട്ടൊരു വാർത്തയായിരുന്നു. ആറ്റിങ്ങലിൽ 8 വർഷം മുൻപ് നടന്ന ഇരട്ട കൊലപാതകം. ഈ അനുശാന്തിയുടെ 3.5 വയസ്സുകാരിയായ മകളെയും ഭർത്താവിൻ്റെ അമ്മയെയും സുഹൃത്തായ നിനു മാത്യു വെട്ടിക്കൊലപ്പെടുത്തിയ കേസ്. ഈ കേസിൽ നേരത്തെ വധശിക്ഷ വിധിച്ചാണ് 1-ാം പ്രതി നിനോ മാത്യുവിന്. ഇപ്പോൾ ആ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്ക്. തീർച്ചയായും ടോം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാടിനെ നടുക്കിയ ഒരു ഇരട്ട കൊലപാതകമാണ് 2016 ഏപ്രിൽ 16 ആറ്റിങ്ങലിൽ നടന്നത്. ടെക്നോ പാർക്കിലെ ജീവനക്കാരായിരുന്ന സുഹൃത്തുക്കളായിരുന്നു 1-ാം പ്രതി നിനോ മാത്യുവും 2-ാം പ്രതി അനുശാന്തിയും നിനോ മാത്യുവും തമ്മിലുള്ള പ്രണയം അത് ഒരു പരിധി കടന്ന സാഹചര്യത്തിൽ അനുശാന്തിയുടെ കുടുംബം, ഭർത്താവും ഒപ്പം തന്നെ മാതാവും കുട്ടിയും തങ്ങളുടെ ബന്ധത്തിന് വിഘാതം സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കിയാണ് നിനോ മാത്യു ഈ ക്രൂരകൃത്യം ചെയ്തത്. 2016 ഏപ്രിൽ മാസം 16 ഈ ആറ്റിങ്ങലിലെ ഇരട്ട കൊലപാതകം നടന്നത്. ഈ കേസിലെ അപ്പീലാണ്. വിചാരണ കോടതി നേരത്തെ വധശിക്ഷ നിനോ മാത്യുവിനും അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവുമാണ് ശിക്ഷ വിധിച്ചിരുന്നത്. അതിനെതിരെ ഇരു പ്രതികളും നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞിട്ടുള്ളത്. 1-ാം പ്രതി നിനു മാത്യുവിന്റെ വധശിക്ഷ അത് ശരിവെക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ അപ്പീൽ നൽകിയത്. അതിനെതിരെയും നിനു മാത്യു ഹർജി നൽകിയിരുന്നു. ഈ വധശിക്ഷ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. പരോളില്ലാതെ ഈ 25 വർഷം തുടർച്ചയായി ജയിൽവാസം ആണ് ഇപ്പോൾ 1-ാം പ്രതി നിനോ മാത്യുവിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്. പരോളില്ലാതെ 25 വർഷത്തെ തടവ് ശിക്ഷ. 2-ാം പ്രതിയായിട്ടുള്ള അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം തന്നെയായിരുന്നു വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. ഇതിനെതിരെ ആണ് അനുശാന്തി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ആ അപ്പീൽ തള്ളുകയും ചെയ്തു. അതായത് ഇരട്ട ജീവപര്യന്തം അനുശാന്തി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാതാവ് തന്റെ കുഞ്ഞിനെയും ഭർത്താവിനെയും ഒപ്പം തന്നെ ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്താൻ വേണ്ടി കാമുകന് ഒത്താശ ചെയ്തു എന്ന തരത്തിലുള്ള നാടിനെ ഞെട്ടിച്ച ഒരു വിവരമാണ് പുറത്തു വന്നത്. ഭർത്താവിന് പരിക്കുകൾ ഉണ്ടായി, പക്ഷേ അദ്ദേഹം പിന്നീട് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം KSEB ജീവനക്കാരനാണ്. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ എന്ന തരത്തിലായിരുന്നു നേരത്തെ അനുശാന്തിക്കെതിരെ ഒരു പൊതുസമൂഹത്തിന്റെ വികാരമുണ്ടായത്. വിചാരണ കോടതിയിൽ തന്നെ അങ്ങനെ സ്ത്രീകരിക്കരുത് എന്ന ഒരു ആവശ്യം കൂടി നേരത്തെ അനുശാന്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. 2016 ഏപ്രിൽ 16 ഈ 3.5 വയസ്സ് 4 വയസ്സിനോടടുത്തുള്ള മകളെ സ്വാസ്തികയെയും ഭർത്തൃമാതാവ് ഓമനയെയും അനുശാന്തിയുടെ കാമുകൻ നിനോ മാത്യു വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് CM പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് BB വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, നമുക്കറിയാം അന്ന് ഈ കേസിൽ 2016 നടന്ന ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിച്ചപ്പോൾ വിചാരണ കോടതി അപൂർവമായ കേസെന്ന് പറഞ്ഞതാണ്. പിന്നീട് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 1-ാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. എവിടെയായിരിക്കാം ഈ സംഭവത്തിൽ സർക്കാരിന് പിഴച്ചത്? ടോം, നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. അന്ന് വലിയ കോളിളക്കമുണ്ടാക്കിയ വാർത്തയാണ്. ടെക്നോ പാർക്കിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവർ ഒപ്പം താമസിക്കുന്നതിന് വേണ്ടി അനുശാന്തിയുടെ മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്താൻ ഒരുമിച്ച് ആലോചിക്കുകയും ആ കൃത്യം നിനോ മാത്യു ചെയ്യുകയും ചെയ്തു. വിചാരണ കോടതി അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൃത്യമായാണ് ഇതിനെ കണ്ടത്. കാരണം നിനോ മാത്യു അപ്പോൾ തന്നെ വൃദ്ധയായ മാതാവുണ്ട്, മകളുണ്ട് എന്ന കാര്യമൊക്കെയും കോടതിയിൽ ഉന്നയിച്ചു. പക്ഷേ അന്ന് വിചാരണ കോടതിയുടെ നിരീക്ഷണം അല്ലെങ്കിൽ പരാമർശം ഉണ്ടായത് സ്വന്തം മകളുടെ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യമാണ് നിനോ മാത്യുവിനോട് ചോദിച്ചത്. അതായത് മകളുണ്ട് എന്ന കാര്യം പറയുമ്പോൾ അതിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിനെ വെട്ടിക്കൊലപ്പെടുത്താൻ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യം കോടതി ചോദിക്കുകയും വധശിക്ഷയ്ക്ക് അന്ന് വിധിക്കുകയുമായിരുന്നു. അന്ന് കേരളം ഒന്നാകെ തന്നെ സ്വാഗതം ചെയ്ത ഒരു വിധിയായിരുന്നു. ഈ യുവതിക്ക് ഇരട്ട ജീവപര്യന്തം എന്ന ശിക്ഷ അന്ന് വിധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതിങ്ങനെ 25 വർഷം എന്ന നിലയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ഭാഗം പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ വീണ്ടും അപ്പീൽ പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. പരോളില്ലാതെ 25 വർഷം എന്ന ഒരു തടവാണ്. സ്വാഭാവികമായും വധശിക്ഷ എന്നത് ഒഴിവാക്കപ്പെടുന്നു. മറിച്ച് ശിക്ഷയുടെ ഒരു കാഠിന്യം പരിശോധിക്കുമ്പോൾ 25 വർഷം തുടർച്ചയായി നിനോ മാത്യു ജയിലിൽ കഴിയുക എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം പരോൾ നൽകാൻ പാടില്ല എന്ന വിധി തന്നെയാണ്. അതായത് ഒരു കാരണവശാലും
ജയിലിന് പുറത്തേക്ക് പോകാതെ ഉള്ള ഒരു 1/4 നൂറ്റാണ്ട് ജീവിതം, അത് ശിക്ഷ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എങ്കിൽ തന്നെയും ഈ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടത് അത് ഏത് സാഹചര്യത്തിലാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി പരിഗണിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സർക്കാർ ഭാഗം സ്വീകരിക്കുമെന്ന സൂചന തന്നെയാണ് നമുക്കുള്ളത്. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു സമാനതകളില്ലാത്തൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഈ വധശിക്ഷ റദ്ദാക്കുമ്പോൾ ഇതൊരു തെറ്റായ സന്ദേശം കൂടിയാണ് നൽകുന്നത്. കാരണം ഇതുപോലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയാലും അവർക്ക് 25 വർഷം തടവ്, അത് കുറഞ്ഞ ശിക്ഷയല്ല, പക്ഷെ എങ്കിൽ പോലും വധശിക്ഷ തന്നെ ഉറപ്പാക്കേണ്ട ഒരു കേസാണ്. പ്രോസിക്യൂഷൻ അവിടെ പിഴച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമോ പ്രോസിക്യൂഷൻ? തീർച്ചയായും ഏതൊക്കെ വാദമുഖങ്ങൾ പരിഗണിച്ചു എന്നതിലാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഈ നമുക്ക് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് 3 പേർക്ക് വധശിക്ഷ വിധിച്ച ഒരു വിധി, ഏറ്റവും സുപ്രധാനമായ വിധി നമുക്ക് മുന്നിലുണ്ട്. അത് 73 വയസ്സുള്ള ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ, വയോധികയെ തൊട്ടടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന 3 പേർ ചേർന്ന്, അതിലൊരാൾ സ്ത്രീയാണ്, 3 പേർ ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. സ്വർണം അപഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കൊലപാതകം. നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ഈ കുറ്റകൃത്യത്തിന്റെ കാഠിന്യം, അല്ലെങ്കിൽ ആ ഏറ്റവും ക്രൂരമായ ഒരു പ്രവൃത്തി എന്ന് തന്നെ വിലയിരുത്തി 3 പേരെയും വധശിക്ഷയ്ക്കാണ് വിധിച്ചത്. ഈ 3 പേരും, അമ്മയും മകനും, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയ്ക്കും മകനും വധശിക്ഷ ലഭിക്കുന്നത്. ഈ അങ്ങനെ ഒരു വിധി വന്ന് 2 ദിവസം കഴിയുമ്പോഴാണ് കേരളത്തിന്റെ മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ച സംഭവത്തിൽ ഒരു പ്രതിക്ക്, കുറ്റകൃത്യം 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിക്ക് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത് സ്വാഭാവികമായും പൊതുസമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇതൊരു നിരാശാജനകമായ വിധി തന്നെയാണ്. കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾ, പൈശാചികമായ കൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർക്ക് തൂക്കുകയർ എന്നത് പൊതുസമൂഹം, പൊതുവിൽ ആളുകൾ, നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് നിഷ്ഠൂരമായി ആ കുഞ്ഞിന്റെ അമ്മയുടെ സമ്മതത്തോടുകൂടി, അമ്മ കൂടി കൂട്ടുനിന്നുകൊണ്ട് മറ്റൊരാൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ആ വീട്ടിലേക്ക് വരികയും വാതിൽ തുറന്ന് കൊടുക്കുകയും ഭർത്താവിന്റെ അമ്മയെയും സ്വന്തം കുഞ്ഞിനെയും വെട്ടിക്കൊലപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ആ അമ്മ ഉണ്ടാക്കുന്നു. അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെ ഉപേക്ഷിച്ചു പോയി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവരെ കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് ടെക്നോ പാർക്കിൽ, അതായത് അവർ വിദ്യാസമ്പന്നരല്ലാത്ത ആളുകളല്ല, അവർക്ക് പുരോഗമനപരമായ കാര്യങ്ങൾ അറിയാത്തവരല്ല, ആ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന 2 പേർ ഇത്രയും നിഷ്ഠൂരമായ ഒരു കൃത്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിചാരണ കോടതിയിൽ നിന്ന് വധശിക്ഷ വരുമ്പോൾ അത് സമൂഹം പൊതുവിൽ സ്വീകരിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ അത് നിരാശാജനകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേട്ടോ, വ്യക്തമാണ്. വി വിനോദും അഡ്വക്കേറ്റ് CN പ്രകാശുമാണ് വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിലെ 1-ാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ്. വധശിക്ഷ ഒഴിവാക്കിയെങ്കിലും പകരം 25 വർഷം പരോളില്ലാതെ തടവ് ശിക്ഷ അനുഭവിക്കണം. 2-ാം പ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ തന്നെയാണ്. അനുശാന്തിയുടെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതി പിടിയിലായത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് ബന്ധപ്പെട്ടതോടെയാണ് പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KB ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിക്ക് പിന്നാലെയായിരുന്നു പോലീസ്. വലിയ രീതിയിലുള്ള വെല്ലുവിളികളുണ്ടായിരുന്നു. ഫോൺ ഉപയോഗിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് രൂപമാറ്റം വരുത്തും. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസിനെത്താൻ കഴിഞ്ഞത്? തീർച്ചയായും ടോമെ, 10 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നിർണായകമായത് ഇയാൾ വീട്ടിലേക്ക് വിളിച്ച ഒരു ഫോൺ കോളാണ്. ഇയാളുടെ ഭാര്യയെ ഇയാൾ ഫോണിൽ ബന്ധപ്പെട്ടു. മറ്റൊരാളുടെ ഫോണെടുത്താണ് ഇയാൾ ഇത്തരത്തിൽ വിളിച്ചിരുന്നത്. പക്ഷേ പോലീസ് കൃത്യമായി ഈ ലൊക്കേഷൻ മനസ്സിലാക്കുകയും അവിടെ എത്തി ഇയാളെ
രഹസ്യ നീക്കത്തിനൊടുവിൽ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ സംഘം കാസർഗോഡ് എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇയാളുടെ തെളിവെടുപ്പ് നടത്താനുണ്ട്. ഒപ്പം വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നാളെ ആയിരിക്കും ഇത് സംബന്ധിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുക. എന്തായാലും കുടക് സ്വദേശിയായ ഇയാൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരം. കാരണം ഈ സംഭവം നടന്ന് 10 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പോലീസ് സമ്മർദ്ദത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം, ആ ഘട്ടത്തിൽ തന്നെ ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരു പ്രതിയെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ വിചിത്ര സ്വഭാവമുള്ള ഒരാളായിരുന്നു. ഇത്തരത്തിൽ രൂപം മാറിയൊക്കെ നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടാൻ വലിയ വെല്ലുവിളിയാണ് പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇയാൾ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ ചെയ്തതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും വഴിത്തിരിവായതും ഇയാളെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതും. എന്തായാലും മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇയാൾക്കെതിരെ ഒരു പോക്സോ കേസ് നിലവിലുണ്ട്. 14 വയസ്സുള്ള പെൺകുട്ടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച എന്ന കേസിലാണ്. ഇതിൽ 3 മാസം ഇയാൾ ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കർണാടകയിലെ കുടക്, സുള്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ മാല തട്ടിപ്പറിക്കുന്ന കേസുണ്ട്. ഇത്തരത്തിൽ നിരവധി കേസ് ഇയാൾക്കെതിരെയുണ്ട്. കൂടുതൽ കേസ് ഏതെങ്കിലും ഇയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ ഇയാളെ ഇവിടെ എത്തിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് മനസ്സിലാക്കും. എന്തായാലും DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വൈകിട്ടോടുകൂടി കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ഇവരുടെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ഏതായാലും ഇന്ന് രാത്രി ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിനുശേഷം നാളെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സംഭവം നടന്ന് 10 ദിവസമായിരിക്കുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു 10 വയസ്സുകാരിയെ ഇത്തരത്തിൽ എടുത്തു കൊണ്ടുപോയി 1.5 മണിക്കൂറോളം തടങ്കലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച ഒരു കേസ്, വലിയ തോതിൽ ഇത്തരത്തിൽ മനുഷ്യ മനസാക്ഷ്യത്തിന്റെ നടുക്കിയ ഒരു കേസ്. ഈ കേസിലെ പ്രതിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ഈ കുറച്ചു നാൾ ഇയാൾ വിദേശത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നീട് ബാംഗ്ലൂരിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇയാൾ ഹോട്ടൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വിവരം, ഇയാൾ ഹൈദരാബാദിൽ എവിടെയോ ഒരു ഹോട്ടലിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു തൊഴിലാളിയുടെ ഫോൺ ഉപയോഗിച്ചാണ് ഇയാൾ ഈ ഭാര്യയെ ഫോൺ വിളിച്ചതെന്നാണ്. അത്തരത്തിൽ ഇത് മനസ്സിലാക്കിയും പോലീസ് കൃത്യമായി ഈ സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയും ഇയാളെ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇത് സംബന്ധിച്ച് മറ്റ് കൂടുതൽ വിവരങ്ങൾ പോലീസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും എന്നതിനെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ മറ്റു കാര്യങ്ങളും പോലീസ് തീർച്ചയായും ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണം. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ 2 പോക്സോ കേസിലെ പ്രതിയാണ്. പക്ഷെ നമ്മുടെ നിയമ വ്യവസ്ഥയുടെ ഒരു പോരായ്മ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ ക്രൂരമായി പെൺകുട്ടികളോട് പെരുമാറുന്ന ഒരു വ്യക്തിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. വീണ്ടും ഇയാൾ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടത്. എന്തായാലും ന്യൂസ് 18 പുറത്തുവിട്ട ആ CCTV ദൃശ്യങ്ങളാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത്. പക്ഷേ അതിനപ്പുറം, ആ ദൃശ്യങ്ങൾക്കപ്പുറം എന്തൊക്കെ തെളിവുകളായിരുന്നു? ഇയാൾ തന്നെയാണ്, ഈ കുടക് സ്വദേശിയായ ഈ വ്യക്തി തന്നെയാണ് പ്രതിയെന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് മറ്റേതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്? ടോമെ, പ്രധാനമായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യം തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. കാരണം ഇയാളുടെ ഭാര്യ തന്നെയാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. കാരണം ആ ഒരു CCTV ദൃശ്യം നമുക്ക് കാണാം. ഇതിൽ ഒരു തരത്തിലും മുഖം വ്യക്തമല്ല. ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാളെ കസ്റ്റഡിയിൽ ബുധനാഴ്ച ഈ സംഭവം നടന്ന അപ്പോൾ തന്നെ ഒരാൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിലെ ഒരു പ്രതിയാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞാണ്, വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യം പുറത്തു വിടുന്നത്. അത്ര വരെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പിന്നീടാണ് ഇയാളിലേക്ക് എത്തുന്നത് പോലീസ്. ഇങ്ങനെ ഒരാൾ, കാരണം ഇയാൾ കുടകിലാണ്, ഇയാൾ ആ നാട്ടുകാരനല്ല, കുടകിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആളാണ്. അതുകൊണ്ട് പോലീസ് ലിസ്റ്റിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല. ഇയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ക്രൈം നടത്തിയാൽ പിന്നീട് ഒരു 6-7 മാസത്തോളം ഇയാൾ പിന്നെ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യങ്ങളൊന്നും ഏർപ്പെടാതെ ഈ സമൂഹത്തിൽ മാന്യമായി ഇടപെടുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെയാണ് ഈ കേസിൽ പോലീസിനെ ഇയാൾക്ക് എത്താൻ വൈകിയതും. എന്തായാലും അതായത് ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് ഇയാളുടെ നടത്തം കൃത്യമായി ആ CCTV ദൃശ്യത്തിൽ നടത്തം കാണാം. ആ നടത്തമാണ് ഇതിൽ കൃത്യമായി തിരിച്ചറിഞ്ഞത്. സ്വന്തം ഭാര്യയാണ് തിരിച്ചറിഞ്ഞത്. കാരണം ഇയാൾ വീട്ടിലെത്തി ഭാര്യയെയും കുട്ടികളെയും ഉപദ്രവിക്കാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭാര്യ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയാണ് കൃത്യമായി ഈ വിവരം പോലീസിൽ വിളിച്ചറിയിക്കുന്നതും. പിന്നീട് പോലീസ് എത്തി കൃത്യമായി വിശദമായി അന്വേഷിക്കുമ്പോഴാണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി പിടികൂട്ടുന്നതും. കാരണം ഇത്തരത്തിൽ ഇതേ സമാനമായ കുറ്റകൃത്യം ഇയാൾ ചെയ്തിരിക്കുന്നു. അത് തന്നെയാണ് പോലീസിന്
ഇയാളാണ് പ്രതി എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. പിന്നീട് ഇയാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കർണാടകത്തിലും നിരവധി കേസുകൾ ഇത്തരത്തിൽ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതും പിന്നീട് ഇയാളാണ് പ്രതി എന്ന് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇയാളെ ഇതുവരെ ഈ കേസിൽ ഇനി പ്രതി ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ട്. അതിനുശേഷം മാത്രമേ ഇയാളുടെ ഫോട്ടോ ഒപ്പം പേര് വിവരങ്ങളൊക്കെ നമുക്ക് നൽകാനാവൂ. ഏതായാലും ഇയാളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നിയമ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ പാടില്ല. കാരണം അറിയേണ്ടത് ബൈജു, എങ്ങനെയാണ് ഇയാള് ഈ കാസർഗോഡ് എത്തിയത്? കുടക് സ്വദേശിയാണ്, അതിർത്തി സംസ്ഥാനമാണ്. പക്ഷെ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഈ പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് എത്തിയതെന്ന കാര്യം അറിയണം. അത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണോ എന്നറിയണം. എന്തായാലും പ്രതിയെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞു. ഈ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോമെ, ഇയാളെ ഇവിടെ എത്തിച്ച് മാത്രമേ ചോദ്യം ചെയ്യൽ ഉണ്ടാകൂ എന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. കാരണം DIGയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മാത്രം, കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, ഇയാളാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ നാട്ടിലെത്തിച്ച് നമ്മുടെ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ എത്തിക്കുക. അവിടെ എത്തിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യും. അതിനുശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കൂ. ടോമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളുടെ കുടുംബം തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. കാരണം ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്ത ഒരു പ്രതി ഇങ്ങനെ ഒരു ആൾ നാട്ടിലുണ്ടാകുമ്പോൾ അത് പോലീസിന് ചൂണ്ടിക്കാട്ടുന്നത് തന്റെ കടമയാണെന്ന് ഈ ഭാര്യ തിരിച്ചറിയുന്നു. ഭാര്യ അതുകൊണ്ട് തന്നെയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ടോമ നേരത്തെ ചോദിച്ചതുപോലെ ഇയാൾ കുടക് സ്വദേശിയാണ്. ഇയാൾ വിവാഹം കഴിച്ചത് ഈ പെൺകുട്ടിയുടെ വീട്ടിന് 500 മീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ത്രീയാണ്. അതിനുശേഷം അയാൾ ഈ വീട്ടിലാണ് താമസം. ഇയാൾ കാര്യമായ ജോലിക്കൊന്നും പോകാറില്ല. പ്രധാനമായും രാത്രി കാലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, തേങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുക, ഇത്തരത്തിൽ പിടിച്ചുപറി, സ്വർണം കവർച്ച തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുക. നേരത്തെ പറഞ്ഞ പോലെ സീസണലി ഒരു ക്രിമിനൽ ആണ് ഇയാൾ. അതിനുശേഷം ആ പ്രദേശത്തുള്ള ആൾക്കാരുമായി സൗഹൃദം നടിച്ച് മാന്യനായി നിൽക്കുക, അതാണ് ഇയാളുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഇയാളെ തുടക്കത്തിൽ ഇയാളെ സംശയിക്കാതിരുന്നതും പോലീസ് പിന്നീടാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തത വരുന്നതും പോലീസ് ഇയാളിലേക്ക് എത്തുന്നതും. ഏതായാലും ഈ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇനി ഈ പെൺകുട്ടിയെ മാത്രം ലക്ഷ്യമിട്ടാണോ ഇയാൾ കുറെ ദിവസങ്ങളായി ഇത് നിരീക്ഷിച്ചു വെച്ച് ചെയ്തൊരു കൃത്യമാണോ, ഇതൊക്കെ അറിയാനുണ്ട്. കാരണം ഈ ദിവസവും ഈ മുത്തച്ഛൻ പുലർച്ചെ 2:30 പശുവിനെ കറക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമാക്കി മനസ്സിലാക്കി കയറിയതാണോ, അല്ല മറ്റു വീടുകളിലേക്കും ഇയാൾ ഇത്തരത്തിൽ ലക്ഷ്യമിട്ടിരുന്നോ, ഇതൊക്കെ ഏതായാലും അറിയാനുണ്ട്. ഇനി ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഇയാൾ ഇപ്പോൾ പുറത്തു വരാത്ത കുറ്റകൃത്യങ്ങൾ, തെളിയിക്കപ്പെടാത്ത ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് ചോദ്യം ചെയ്യൽ എന്തായാലും പുറത്തു വരും. അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നത് അറിയാൻ തന്നെയാണ്. ഏതായാലും നാളെ ഇത് സംബന്ധിച്ച് വിശദമായ വാർത്താ സമ്മേളനം ജില്ലാ പോലീസ് മേധാവി ഒപ്പം DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമാക്കുമെന്നാണ് നമ്മോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ പ്രതിയെ കാഞ്ഞങ്ങാട് എത്തിക്കും. കാഞ്ഞങ്ങാട് എത്തിയതിനു ശേഷം ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അതിനുശേഷം രാവിലെ മെഡിക്കൽ വൈദ്യപരിശോധന നടത്താനുണ്ട്. ഈ കുട്ടിയെ എടുത്ത് തെളിവെടുപ്പ് നടത്താനുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയോടുകൂടി ഇതിന്റെ അറസ്റ്റ് ഉൾപ്പെടെ നടപടി പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ സംഘം കാസർഗോഡ് എത്തും. ടോം, KB ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പടന്നക്കാടാണ് 10 ദിവസം മുൻപ് 10 വയസ്സുകാരിയെ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. കഴിഞ്ഞ 10 ദിവസത്തോളമായി പോലീസ് പ്രതിക്ക് പിന്നാലെയായിരുന്നു. ബൈജു സൂചിപ്പിച്ചതുപോലെ ഒരു വ്യത്യസ്ത സ്വഭാവമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്തുക എന്നത് വളരെ ദുഷ്കരമായിരുന്നു. ഒടുവിൽ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കുടക് സ്വദേശിയായ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസാണ്. അവയവക്കടത്ത് കേസിൽ മുഖ്യപ്രതി സാബിത്ത് നാസറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇയാൾ ഇരകളാക്കിയ മുഴുവൻ പേരുടെയും വിവരങ്ങൾ കണ്ടെത്താനാണ് ശ്രമം. ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ഡാനി, ചോദ്യം ചെയ്യലിൽ ചില നിർണായകമായ വിവരങ്ങൾ ഈ മുഖ്യപ്രതി സാബിത്തിൽ നിന്നും പോലീസിന് ലഭ്യമായിരുന്നു. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഒരു 5 നമ്പറുകളിലേക്ക് തുടർച്ചയായി ഇയാളുടെ ഫോൺ വിളികൾ പോയിട്ടുണ്ട്. ആ ഫോൺ ഒക്കെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇതോടൊപ്പം ഏറ്റവും പുതിയതായി പോലീസിന് ലഭ്യമായിരിക്കുന്നത് കൊച്ചി സ്വദേശിയായ
ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഈ കേസിലെ ഈ അവയവക്കടത്ത് കേസിലെ ഒരു പ്രധാനിയാണ് നിലവിൽ ഇറാനിലുള്ള ആ വ്യക്തിയെന്നാണോ പോലീസ് കരുതുന്നത്? ടോം ആ രീതിയിൽ തന്നെയാണ് കരുതുന്നത്. അത് മാത്രവുമല്ല, ഈ സബിത് നാസർ എന്ന ആൾക്ക് ഈ റാക്കറ്റിൽ ആദ്യം ഒരു ഇടപാടുകാരൻ അല്ലെങ്കിൽ അതിലൊരു മധ്യവർത്തിയായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രീതിയിലായിരുന്നു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും. ഇയാളെക്കുറിച്ച് മറ്റുള്ളവർ നൽകിയ വിവരങ്ങളും ഏതാണ്ട് ആ രീതിയിലുള്ളൊരു അനുമാനങ്ങളിലേക്ക് പോലീസ് ചെന്നെത്തിയിരുന്നു. പക്ഷേ ഇയാളെ ചോദ്യം ചെയ്യും തോറും ആ പോലീസിന് മനസ്സിലാകുന്നത് ഇയാൾ ഇതിനൊരു സംഘാടകരിൽ, ആസൂത്രകരിൽ മുഖ്യ ആളാണ് സബിത്ത് എന്നുള്ള വിവരമാണ് പോലീസിനെ ഞെട്ടിപ്പിക്കുന്നതായിട്ട് വരുന്നത്. ഇയാൾക്കൊപ്പം തന്നെയും കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പറ്റം പേർ ഇയാൾക്ക് മറ്റു ചില സംവിധാനങ്ങൾ, സംഘാടനങ്ങൾ സാമ്പത്തിക കാര്യത്തിലടക്കം ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് പോലീസിന് വ്യക്തമാകുന്നത്. അത്തരം ഒരു 5 പേരോളം ആളുകളുടെ വിവരങ്ങൾ കൂടുതൽ സമയം സംസാരിച്ചിരുന്നവർ, ഏറ്റവും പെട്ടെന്ന് വളരെ തിടുക്കത്തിൽ ഇയാൾ പലരെയും കോൺടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ കുറച്ച് പേരുണ്ട്. അവരുടെ ഫോണെല്ലാം തന്നെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെയും ഇയാൾ ഇറാനിൽ താമസിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. അപ്പോൾ അയാൾക്ക് വേണ്ടി ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കാൻ, ഇരകളെ കണ്ടെത്താൻ മറ്റൊരു ശൃംഖല ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇയാൾ കൂടുതൽ സമയവും ഇറാനിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. ആ സംഘമാണ് ഇപ്പോൾ ഈ 5 പേര് എന്നെല്ലാം പറയുന്നത്. അവരിൽ ഉൾപ്പെടുന്ന ഒരു റാക്കറ്റാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്നുള്ളത്, ഇയാൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊരു കൊച്ചി സ്വദേശിയുണ്ട്. കൊച്ചി സ്വദേശി അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏതാണ്ട് പുറത്തു വരുന്നുണ്ട്, പേര് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മധു എന്നാണ് ഇയാളുടെ പേര് സൂചിപ്പിക്കുന്നത്. ഇയാളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നു. ആദ്യഘട്ടത്തിൽ മറ്റൊരാൾ എടുത്ത് ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ അത് വിട്ടയച്ചിരുന്നു. പിന്നീട് ഈ മധുവിലേക്ക് അന്വേഷണം എത്തുന്നു. പക്ഷേ മധുവും ഇപ്പോൾ ഇറാനിലാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. സബിത്തും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാളും ഇറാനിൽ തന്നെയാണ്. അപ്പോൾ ഈ 2 അംഗ സംഘം അവിടെ നിന്നുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തി മറ്റു ചിലരുമായിട്ടുള്ള ബന്ധപ്പെടലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് അത്തരം ഇടപെടലുകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഴിയായിരുന്നു എല്ലാവരിലേക്കും ഈ പണം എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇതിന് വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റാക്കറ്റ് സാമാന്യം കരുതുന്നതിനേക്കാളും വളരെ വിപുലമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വലുതാണ്. അതിൽ ഉൾപ്പെട്ടിരുന്നവരുടെ സംഘാടനം വലുതാണ്. അവരുടെ വ്യാപ്തി എത്രത്തോളം എന്നത് ഈ ഇരകളാക്കപ്പെട്ടവരിൽ നിന്ന് ഇനി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പക്ഷേ അവരെ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് പോലീസ് കരുതുന്നില്ല. കാരണം തുടക്കത്തിൽ അവർ അന്വേഷിക്കുമ്പോൾ, ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യാന്തര അവയവക്കടത്ത് റാക്കറ്റിന് സമാന്തരമായി കേരളത്തിൽ തന്നെ ഒരു മാഫിയ, അവയവക്കടത്തിന്റെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇയാളെ ഈ സാബിത്തിനെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പോലീസ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ സാബിത്തിന്റെ ശൃംഖലയിലുള്ള മറ്റുള്ളവരിലെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമാണെന്ന് പറയുന്നു. പക്ഷേ ഇയാളുടെ ഫോൺ വിവരങ്ങൾ, അതോടൊപ്പം ഇയാളുടെ മൊഴികൾ ഉൾപ്പെടെ കൃത്യമായി പരിശോധിച്ചാൽ ഈ മറ്റ് കണ്ണികളിലേക്ക് എത്താൻ കഴിയില്ലേ? പോലീസ് അത്തരമൊരു ശ്രമമാണ് നടത്തുന്നത്. അതിൽ ഈ 20 പേരുടെ വിവരങ്ങളാണ് സബിത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ അത് ആ സംഖ്യയാകാൻ നിലവിലത്തെ ഒരു അന്വേഷണം വെച്ച് നോക്കുമ്പോൾ, ഇയാളുടെ ഒരു പ്രവർത്തന ശൈലി വെച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ഇതിൽ കേരളത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് ഇരയായതെന്ന് പറയുന്നു, പാലക്കാട് സ്വദേശിയായ ഷമീറ. പക്ഷേ ഈ ഷമീറ രക്ഷപ്പെട്ട രീതി, ഷമീർ ഇവിടെ നിന്ന് മാറിയിരിക്കുന്ന രീതിയാണ് പോലീസിനെ ഞെട്ടിപ്പിക്കുന്നത്. ഷമീറിനെ സംബന്ധിച്ചുകൊണ്ട് യാതൊരുവിധ വിവരങ്ങളും, അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിവരങ്ങളും തിരിച്ചറിയുന്ന ഏതെങ്കിലും ഒരു രേഖ അതുപോലും വീട്ടിൽ അവശേഷിക്കുന്നില്ല എന്നതാണ്. മുഴുവനായിട്ട് തന്നെ അവിടെ നിന്ന് അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. അത് കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാകുമെന്നാണ് പോലീസ് കരുതുന്നത്. മറ്റിരകൾ അവരിലേക്കും ചെന്നെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാണ് ലഭ്യമായ വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കുന്നത്. ഇതിൽ അതിഥി തൊഴിലാളികൾ ഉണ്ട് എന്നതും കുറച്ചുകൂടി സങ്കീർണമാക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഈ തിരിച്ചറിയൽ രേഖ, പ്രത്യേകിച്ച് ആധാർ കാർഡ് അടക്കമുള്ള വിവരങ്ങൾ ചിലതെല്ലാം വ്യാജമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനെല്ലാം കൃത്യമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന
വളരെ ഓർഗനൈസ്ഡായ ഒരു സിസ്റ്റം ഇവർ പാരലായി ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. അതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി ഈ കേസിൽ വളരെയധികം താല്പര്യമെടുത്തുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇതിൽ അവയവ കച്ചവടം മാത്രമായിരുന്നോ ഇവരുടെ ലക്ഷ്യമെന്ന ഒരു സംശയം ചിലരിലെങ്കിലും ബലപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആളുകളെ കാണാതാവുന്ന സംഭവം കൂടി വരുമ്പോൾ. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാത്തത്. ലഭ്യമാവുന്ന വിവരങ്ങൾ വളരെ പരിമിതമാണ്. എങ്കിലും ഹൈദരാബാദ് കേന്ദ്രീകരിച്ചൊരു വലിയ മാഫിയ ഇന്ത്യയിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു. അതിന് പുറത്ത് ഗൾഫ് കേന്ദ്രീകരിച്ചും ഈ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. ഇറാൻ കേന്ദ്രമാക്കി ഇവരുടെ ഓപ്പറേഷൻസ് അവയവ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. ഇറാൻ UN നേഷൻസിൽ പെടുന്ന അവയവ കച്ചവടം നിയമപരമായി ചെയ്യാൻ കഴിയും. നിയമപരം എന്ന് വെച്ചാൽ ഈ പണം നൽകിക്കൊണ്ട് അവയവ മാറ്റം അനുവദിക്കുന്ന രാജ്യങ്ങളിൽ പെടുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളതാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ പരിമിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘം ഇറാൻ തന്നെ തിരഞ്ഞെടുത്തത്. ഇറാനിലെ ഫരീദി ഖാൻ ആശുപത്രി തിരഞ്ഞെടുക്കുകയും അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം വിപുലമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വൈകാതെ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് പോകും. ഒന്നുറപ്പാണ്, രാജ്യാന്തരതല ബന്ധമുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളടക്കം ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരും. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഇത് കേന്ദ്ര ഏജൻസികൾ കൂടി ഈ സംഭവം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഈ സാബിത്തിന്റെ മൊഴി കൃത്യമായും നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതൊരു രാജ്യാന്തര റാക്കറ്റാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഇരകളായിട്ടുള്ളത് കേരളത്തിലുള്ളവർ മാത്രമല്ല, മറ്റ് സംസ്ഥാന കർണാടക, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സാധുക്കളായിട്ടുള്ള വ്യക്തികളും ഇതിൻ്റെ ഇരകളായിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. മറ്റൊരു വിഷയം. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 31 മാറ്റി. സംഭവത്തിൽ പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കേസിലെ ഒന്നാം പ്രതിയായ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, ഇപ്പോൾ ഈ കോടതി ശരത് ലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 31 മാറ്റിയിരിക്കുകയാണ്. ഇയാളെ, ഈ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച കുറ്റത്തിന് പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശരത് ലാൽ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, കോടതിയെ സമീപിച്ചത്? ടോമോ, ഇദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഇന്നത്തെ കോടതി നടപടിയിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. കേസിൽ 5ാമത്തെ പ്രതിയായാണ് ശരത് ലാലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമായ കൃത്യവിലോപമാണ് ശരത് ലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിൽ നിന്നും ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത്. ആദ്യഘട്ടത്തിൽ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ ദുർബലമായ വകുപ്പുകളായിരുന്നു ഈ പ്രതിക്കെതിരെ ചുമത്തിയത്. ഇത് വിവാദമായി മാറുകയും ചെയ്തു. എന്നാൽ പിന്നീട് പെൺകുട്ടി കുറച്ചുകൂടി വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുകയും പോലീസിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഈ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ, ഒപ്പം ഈ സ്ത്രീപീഡന കേസും ഈ പ്രതിക്കെതിരെ ചുമത്തുന്നതിനുള്ള ആലോചനകൾ തുടങ്ങി. ഈ ഘട്ടത്തിൽ തന്നെ ഇത് രാഹുലിന് ചോർത്തി നൽകി എന്നാണ് ഈ ശരത് ലാലിനെതിരെ ആരോപണം. രാഹുലിന്റെ സുഹൃത്തായ രാജേഷ് ശരത് ലാലും സുഹൃത്തുക്കളാണ്. ഈ പരിചയം വെച്ചാണ് ഇത്തരമൊരു അറിയിപ്പ് നൽകിയത്. ഈ അറിയിപ്പ് കൃത്യമായി കിട്ടിയതിനെ തുടർന്ന് കേസിന്റെ ചരടുകൾ മുറുകും മുമ്പ് ഈ രാഹുലിന് ബംഗളൂരുവിലേക്ക് കടക്കാനും അവിടെ നിന്നും പിന്നീട് സിംഗപ്പൂരിലേക്കും ജർമ്മനിയിലേക്കും പോകാനുമുള്ള ഒരു അവസരമൊരുങ്ങി. എന്തായാലും അതിന്റെ കൃത്യമായ ഒരു ഉത്തരവാദിത്തം ഈ ശരത് ലാലിനാണ് എന്ന് തന്നെ പോലീസ് കണക്കാക്കുന്നു. ശരത് ലാലിന്റെ CDR, അതായത് കോൾ വിശദാംശങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 5ാം പ്രതിയായി ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് കോടതി നടപടികൾ തുടങ്ങിയപ്പോൾ ന്യായമായും ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടുന്ന നടപടിക്രമമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ തെളിവുകളാണ് ഈ പ്രതിക്കെതിരെ ഉള്ളത്, എത്രമാത്രം ഗുരുതരമാണ് ഈ ശരത് ലാലിനെതിരായ കുറ്റം എന്നീ കാര്യങ്ങളൊക്കെ പോലീസ് റിപ്പോർട്ടിൽ. അനീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതനുസരിച്ച് നേരത്തെ ശരത് ലാൽ മാത്രമായിരുന്നു ഈ ഗാർഹിക പീഡന കേസിലെ പ്രതി. 5ാം പ്രതിയായി ശരത് ലാൽ കൂടി, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2, 3, 4 പ്രതികൾ, ഈ കേസിലെ പ്രതികൾ ആരൊക്കെയായിരിക്കും?
ഇതിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാജേഷാണ് ഇതിൽ ഏറ്റവും പ്രധാന പ്രതിയായി വന്നിരിക്കുന്നത്. ഒപ്പം ഈ 3ഉം 4ഉം പ്രതികളായി രാഹുലിന്റെ അമ്മയും സഹോദരിയും ഉണ്ട്. ഈ സഹോദരിയും അമ്മയും കേസിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും ചോദ്യം ചെയ്യുന്നതിനോ മറ്റ് കാര്യങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവര് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതിനും സാധിച്ചിട്ടില്ല. ഇവരുടെ മൊഴിയെടുക്കുന്നതിനായി നേരത്തെ പോലീസ് നോട്ടീസ് നൽകിയെങ്കിലും ഈ നോട്ടീസിന്റെ പ്രകാരമുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും ചെയ്തില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഇനി അവരിലേക്ക് നീങ്ങാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ ശരത് ലാലിന്റെ മാതൃകയിൽ തന്നെ മുൻകൂർ ജാമ്യ ഹർജി ശരത്തിന്റെ അമ്മയും സഹോദരിയും നൽകിയിരുന്നു. പക്ഷെ അത് 27-ന് പരിഗണിക്കാൻ മാറ്റുകയാണ്. പോലീസ് വിശദമായ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു. കാരണം അമ്മയുടെയും സഹോദരിയുടെയും വാദം ഈ കേസിലെ ആദ്യ പരാതി ഉയർന്നപ്പോൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ അന്നത്തെ പരാതിയിൽ ഈ സ്ത്രീധന പീഡനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അമ്മയും സഹോദരിയും ചേർന്ന് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഇവർ സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നീ കാര്യങ്ങളൊന്നും ചേർത്തിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളുമായുള്ള വെളിപ്പെടുത്തൽ അടക്കമുള്ളവയിലാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിനെതിരെ തിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞാണ് കോടതിയിൽ അവർ വാദിച്ചത്. കഴിഞ്ഞ ദിവസം ഈ രാഹുലിനെ കിട്ടാത്തതിന്റെ ജാള്യത മറയ്ക്കാൻ അമ്മയും സഹോദരിയും അറസ്റ്റ് ചെയ്ത് സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം നടത്തുന്നു എന്ന ഒരു ആരോപണമാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവണം ഇന്നലെ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി പോലീസ് കോഴിക്കോട് രേഖപ്പെടുത്തി. ആ മൊഴിയിൽ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ഈ കുടുംബത്തിനെതിരായ അമ്മയ്ക്ക് സഹോദരിക്കുമെതിരായ വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ അധിക വൈകാതെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. കോഴിക്കോട് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ കൂടുതൽ പേർ പ്രതിപ്പട്ടികയിലേക്ക് വരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കേസിലെ 5ാം പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 31-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടൊപ്പം മുഖ്യപ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കവും പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൊണ്ട് മാത്രം